ഞാൻ തിങ്കളാന്ന് ചോദിച്ചാണ് നോക്കിയത്. ശനിയാഴ്ചയായിരുന്നു. ശരി, നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. എന്ത് എത്രയും പെട്ടെന്ന് തിങ്കളാഴ്ച ആയിരുന്നു ഇവിടെ സ്കൂളിൽ പറഞ്ഞുകൂടാ. ഇവിടെ മാത്രം ഭയങ്കര സൈലന്റാ. ടീച്ചർ പറയും, ടീച്ചർ ഞാൻ ഒരു ദിവസം വരാത്ത ദിവസം ടീച്ചർ എല്ലാവരുടെ പറഞ്ഞിരിക്കുക, അഞ്ജനേനെ ആരും കൂട്ടുള്ള, അവൾക്ക് ആരും ഫ്രണ്ട്സ് ഇല്ല പറഞ്ഞിട്ട് അവൾ എന്റെ അടുത്ത് വന്ന് ഞാൻ കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. അവൾ എന്റെ അടുത്ത് വന്ന് കംപ്ലൈന്റ് ചെയ്തു, നിങ്ങളെന്തോ ആരും അവളുടെ അടുത്ത് മിണ്ടാത്ത്. ടീച്ചർ അവളുടെ അടുത്ത് പോയി പറഞ്ഞിരിക്കുക. എല്ലാം വന്നിട്ട് സോറി പറയണോ? എടി സോറി എടി, ഞാൻ നിന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടല്ലോ, ഫ്രണ്ട് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ഫ്രണ്ടായിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞതൊക്കെ വയസ്സൊന്നും സോറി എടി പറഞ്ഞിട്ടുണ്ട്. അല്ല, അഞ്ജന കംപ്ലൈന്റ് ചെയ്തോണ്ടില്ലേ? ഞാൻ കംപ്ലൈന്റ് ചെയ്തില്ലല്ലോ, പിന്നെ ഇവളെന്താ എന്നെ പറയുന്നത്? ഞാൻ അന്തപ്പെട്ട് ഹനി എന്റെ അടുത്ത് വന്ന് പറയുമ്പോ ഞാൻ അന്തപ്പെട്ട് എന്ത് ഞാൻ ഇപ്പൊ പറയാൻ പറഞ്ഞിരിക്കണോക്കെ. ഞാൻ എന്തിന് ആർക്ക് കംപ്ലൈന്റ് ചെയ്യാത്ത ഞാൻ അവളുടെ അവിടെ പോയി കംപ്ലൈന്റ് ഞാൻ കംപ്ലൈന്റ് കൂടി ചെയ്തിട്ടില്ല. മിണ്ടാണ്ട് അവിടെ ഇരിക്കുന്നവളെ പിടിച്ചിട്ട് കുഴി കൊണ്ടുപോയി അടിച്ച വെറുതെ ഒരു മൂലക്ക് ഞാൻ മാറിയിരുന്നത്. ടീച്ചർ ക്ലാസ് എടുക്കുന്ന എല്ലാം സംസാരിച്ചിരിക്കും. ഞാൻ മിണ്ടാണ്ടിരിക്കും. എന്റെ അപ്പൊ അവര് ആരും മിണ്ടില്ലായിരുന്നു, ബാക്ക് ബെഞ്ചുകാർ മാത്രമേ ഉണ്ടുള്ളൂ. അപ്പൊ അവരുടെ ബാക്ക് തിരിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ടീച്ചറെ വായിരിക്കുന്ന ഫുള്ള് ഞാൻ കേട്ടത്. മിണ്ടാണ്ട് നേരെ തിരിഞ്ഞു തന്നെ ഇരുന്നു. ഇവര് എന്റെ അടുത്ത് മിണ്ടുള്ള, ഞാന് എന്താ പറയാ, ഇപ്പൊ കൈ എഴുതാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അവര് എന്റെ ഒപ്പം വരാൻ വേണ്ടിട്ട് എനിക്ക് അന്ന് എന്തോ ഛർദ്ദിക്കാൻ വേണ്ട പോലെ തോന്നി സ്കൂളിൽ വെച്ചിട്ട്. അപ്പൊ ഞാൻ ഇവര് ആരോ വിളിച്ചു വന്നു. അപ്പൊ എന്റെ അടുത്ത് മിണ്ടാത്ത രണ്ടുപേരുണ്ടല്ലോ, അവര് മാറിയിരുന്നു. ഞാൻ പോവില്ല എന്തോ ഒരുമാതിരി അറുപ്പടിക്കുന്ന പോലെ. നിനക്കൊരു പണി തരാൻ വേണ്ടി അവരുടെ ശരിക്കും ഞാൻ മിണ്ടില്ലേ. സത്യം പറഞ്ഞ എന്താ പറയാ, നീ ഇപ്പൊ അവരുടെ ടച്ച് ഉടനെ ഇവര് തന്നെ നേരെ ടീച്ചറിന്റെ ഒക്കെ കംപ്ലൈന്റ് ചെയ്യും. അഞ്ജന എന്നെ അടിച്ചു, അഞ്ജന എന്നെ ചെയ്തു. ഞങ്ങള് അവിടെ പോയിട്ട് അന്നൊരു ദിവസം ലിറ്റിൽ കൈറ്റ്സിന്റെ മീറ്റിംഗ് ആയിട്ട് ഒരാളുടെ ഫ്രണ്ട് പോയി. ലിറ്റിൽ കൈറ്റ്സിന്റെ അവള് ഉണ്ടായിരുന്നു, അവൾ അങ്ങനെ പോയി. അപ്പൊ ഞാനും എന്റെ ഫ്രണ്ടും വേറെ ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. നമ്മൾ മൂന്നുപേരും അവിടെ നിൽക്കായിരുന്നു. അപ്പൊ നിനക്ക് ഇഷ്ടമുള്ള സംഖ്യ ഏതാ ഞാൻ ഒരു അബദ്ധത്തിൽ ചോദിച്ചാണ്. അത് ഒരു അബദ്ധം അഞ്ചല്ല, അവിടെ മാറി ചോദിക്കാം. നിന്റെ ഇഷ്ടമുള്ള നമ്പർ എനിക്ക് ഇഷ്ടമുള്ള നമ്പർ ഞാൻ പറഞ്ഞില്ല. അപ്പൊ നിന്റെ ഇത് ചോദിച്ചിട്ട് ഇവള് പറഞ്ഞു, പമ്മു പറഞ്ഞു എനിക്ക് രണ്ടാണ് കൂടുതൽ ഇഷ്ടം പറഞ്ഞു. അപ്പൊ നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിരിക്കും, ഞങ്ങൾ രണ്ടാണ് 9 ഇവിടെ കൊറേ തവണ വന്നിട്ടുണ്ട്. എന്തെങ്കിലും പറയണെന്ന് മുഖത്ത് കൊടുത്തപ്പോ എന്റെ മുഖത്ത് കാണില്ല. ഞങ്ങൾ അങ്ങനെ ഓടിക്കളിക്കായിരുന്നു. എന്തൊക്കെയാണ് പറഞ്ഞു കളിക്കുന്നത് ചോദിച്ചു.